രാവിലെ നമ്മുടെ മീൻകാരൻ ചേട്ടൻ്റെ കൂക്കൽ കേട്ട് ചട്ടിയെടുത്ത് റോഡിലോട്ട് പോകുമ്പോഴത്തേക്കോ ആളെ കാണാനില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വിട്ടു നമ്മുടെ കുഞ്ഞു കിട്ടാറിൻ്റെ കടയിലോട്ട്. ദേ കിടക്കുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കായ. അപ്പോൾ പച്ചക്കായ വെച്ചിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പി ആവട്ടെ ഇന്നെന്ന് കരുതി ഒരു 2 പച്ചക്കായ അങ്ങ് എടുത്തിട്ടുണ്ടേ. അത് കട്ട് ചെയ്ത് പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. അതിൻ്റെ തൊലി ചെറുതായിട്ടൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ രണ്ടും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കുക. ഇനി മിക്സിയുടെ ചെറിയ ജാറങ്ങ് എടുത്തോളൂ. അതിലോട്ട് 2 പിടി തേങ്ങ ചിരകിയത് ചേർക്കാം. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 3/4 സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലോണം അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിതേ ഇതുപോലെ നന്നായിട്ട് തന്നെ ഇതങ്ങ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം മൺചട്ടി എടുത്ത് അടുപ്പിൽ വെക്കുക. അതിലോട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും 6-7 വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും 1 പച്ചമുളകും പിന്നെ ഒരു 9 ചെറിയുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് ഇളക്കി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഞാനിതേ നമ്മുടെ പച്ചക്കായ കഴുകി അതും ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് വീണ്ടും ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് മൂടി വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ കായൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ തുറന്ന് നോക്കുന്ന സമയത്ത് വെള്ളമൊക്കെ കുറുകി കായൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരച്ച് വെച്ചേക്കുന്ന അരപ്പങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും അരിച്ച് ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരണം. തിളച്ചൊന്ന് കുറുകി കിട്ടണേ. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി ദേ ഇതുപോലെ നല്ലോണം ഒന്ന് തിളവന്ന് ഇതൊന്ന് കുറുകി കിട്ടണം. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ്. മീൻ കറി ഇല്ലെങ്കിൽ എന്താ ഈ ഒരു കറി മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം തിളച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് അതിലോട്ട് വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പിന്നെ കുറച്ച് ചെറിയുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാനിത് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് ഇട്ടങ്ങ് ഇളക്കുന്നുണ്ട്. വേണമെങ്കിൽ വറ്റമുളക് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്തിട്ടുള്ള ആ ഒരു പച്ചമുളകിൻ്റെയും മുളക് പൊടിയുടെയൊക്കെ എരിവുണ്ട് കേട്ടോ കറിയിൽ. അപ്പോൾ ഇതും റെഡിയായി വരുന്ന സമയത്ത് നമ്മുടെ കറിയിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഇവിടെ റെഡി ആയി കിട്ടിയ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എന്നും ചിക്കനും മീനും മുട്ടയൊക്കെ കഴിക്കുന്നവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ കൃഷ്ണ അവി എന്നുള്ള നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.